ഈ ക്ലാപ്പ് അസിസ്റ്റൻറ്റിൻ്റെ ഒന്നാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ രാവിലെ കാറിൽ വന്ന് ലൊക്കേഷനിൽ സൂട്ട് കേസുമായി ഇറങ്ങിയ ഉടനെ ക്യാമറാമാൻ ശ്രീശങ്കർ ചോദിക്കും, ആയി എന്താ CID നസീർ സൂട്ട് കേസുമായിട്ട് എത്തിയല്ലോ എന്ന് ചോദിക്കും. ഉടനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തിരിച്ചു പറയും, ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ, കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നില്ലേ മിസ്റ്റർ ശ്രീശങ്കർ എന്ന് ചോദിക്കും. എല്ലാവരും അങ്ങ് ചിരിക്കും. അങ്ങനെയാണ് ഈ പ്രശ്നം ഞാൻ ടാക്കിൾ ചെയ്യുന്നത്. മറ്റൊരു കടമ്പയാണ് ക്ലാപ്പ് കൊടുക്കൽ. ക്യാമറ സ്റ്റാർട്ട് ചെയ്ത ഉടനെ വിത്തിൻ സെക്കൻഡ്സ് ഈ ക്ലാപ്പ് ബോർഡ് കൊണ്ടുപോയി നമ്പർ വിളിച്ച് പറയണം. അല്പം വൈകിയാൽ ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരുത്തും. അതുകൊണ്ട് ഓടിയെത്തി വല്ല യുദ്ധത്തിന് തയ്യാറെടുത്ത പോലെയാണ് ക്ലാപ്പ് ബോർഡുമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ക്യാമറയ്ക്കടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെയൊരു ക്ലാപ്പ് കൊടുക്കലിൻ്റെ കഥ പറയാം. കായൽ ചങ്ങാടത്തിൽ മനോഹരമായ ഫ്രെയിമിൽ അർദ്ധനഗ്നാംഗിയായ ഒരു വനിതയുടെ പാട്ടു സീനാണ്. കായൽ കഥയുടെ പശ്ചാത്തലത്തിലായതുകൊണ്ട് ആ പാട്ടിന് പ്രത്യേക തോണിക്കാരിയുടെ ഒരു മനോഹാരിതയുണ്ട്. അപ്പോൾ ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു. ഉടനെ ഈ ക്ലാപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചാടി മുന്നിൽ നിന്നു. ഇത് ലൈറ്റ് പോകാൻ നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ക്യാമറാമാന് ചെറുതായിട്ടൊരു ദേഷ്യം വന്നു. അതുകൊണ്ട് മാറി നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്പർ നിൻ്റെ നമ്പറൊക്കെ മനസ്സിലായി, ഈ സീൻ കാണാൻ വേണ്ടിയുള്ള നിൻ്റെ അടവല്ലേ നീ കാണിച്ചത് എന്നൊരു തിരിച്ചൊരു ചോദ്യം. എല്ലാവരും കൂട്ടച്ചിരി. ഇത്തരം അപമാന ശരങ്ങളുടെ ഒരു മേഖലയാണ് ക്ലാപ്പ് കൊടുക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ഇത്തരം മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഞാൻ ഒരു തമാശ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ക്ലാപ്പ് ജോലിയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെയാണ് പിന്നെ നടന്നത്. അന്ന് രാത്രി അസോസിയേറ്റ് ഡയറക്ടർ സനൽ സാർ എല്ലാ അസിസ്റ്റൻസിനെയും തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. എല്ലാവരുടെ കയ്യിലും ഓരോ സ്ക്രിപ്റ്റിൻ്റെ പകർപ്പെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മനോഹരമായി മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതി ഇന്ന് രാത്രി തന്നെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. അങ്ങനെ സ്ക്രിപ്റ്റും പേപ്പറുമായി എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ഞാനൊരു തമാശ പറയാം. പൊതുപ്രവർത്തനത്തിനിടയിൽ ധാരാളം നിവേദനങ്ങളും അപേക്ഷകളും എഴുതിക്കൊടുത്ത പരിചയം വെച്ച് എൻ്റെ കയ്യക്ഷരം വളരെ നന്നായത്, ഒരു അനുഗ്രഹമായത് ഈ സന്ദർഭത്തിലാണ്. കൂട്ടത്തിൽ മനോഹരമായ കയ്യക്ഷരം എൻ്റെ ആയതുകൊണ്ടും വൃത്തിയും വെടുപ്പിലും ആ പേജ് കണ്ടതുകൊണ്ടും അന്നു മുതൽ ആ സിനിമയുടെ മൊത്തം സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കാനുള്ള ചുമതല എനിക്ക് തന്നതോടൊപ്പം തന്നെ സനൽ സാറിൻ്റെ വലങ്കൈയായ ഫസ്റ്റ് അസിസ്റ്റൻ്റായി എനിക്ക് പ്രൊമോഷൻ തരികയും ചെയ്തത് മറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് മോശമായിട്ടല്ല, ഈ കയ്യക്ഷരം വലിയൊരു അനുഗ്രഹമായത് ഞാൻ പുതിയ തലമുറയോടും പറയും. എന്തൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യക്ഷരം നന്നാക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ